ബായോ നമുക്കൊരു സദ്യ കഴിക്കാനായിട്ട് പോകാം. ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അച്ഛൻ്റെ ഓഫീസിലോട്ടാണ് ഈ പോകുന്നത്. അമ്മയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഫാമിലിയായിട്ടാണ് പോകുന്നത്. ഈ കാണിക്കണൊക്കെ കണ്ട് നിങ്ങൾ വിചാരിക്കും പ്രോ ഡ്രൈവറാണെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ അച്ഛൻ വർക്ക് ചെയ്യണ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ട്രിഡ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, വഴുതക്കാടാണിത്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയതിനാൽ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സുന്ദരി ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, എന്തോ ഒരു കുറവില്ലേ? പൊട്ട് തന്നെ. അപ്പോൾ ഈ സുന്ദരിക്ക് കറക്റ്റായിട്ട് പൊട്ട് കുത്തി കൊടുക്കുന്ന ആരാണോ അവരാണ് ഈ ഗെയിമിലെ വിന്നർ. ഫസ്റ്റ് ഈ ആൻറ്റിയാണ് പൊട്ട് കുത്താനായിട്ട് ഇറങ്ങിയത്. പുള്ളിക്കാരിത കാര്യമായിട്ട് എന്തൊക്കെയോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ എന്താ ആർക്കും വലിയ പിടിയൊന്നുമില്ല. പിന്നെ ഈ ആൻറ്റി എന്തൊക്കെയോ കാര്യമായിട്ട് തപ്പുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരി നിസ്സാരക്കാരി അല്ല, കറക്റ്റായിട്ട് പൊട്ട് കുത്തി. അപ്പോഴേക്കും അവിടുത്തെ കായിക പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസ് എടുക്കാമെന്നൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 3-4 ടേക്ക് എടുക്കേണ്ടി വന്നെങ്കിലും ലാസ്റ്റ് നന്നായിട്ട് കിട്ടി. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഞങ്ങളുടെ മാവേലി. പുള്ളിക്കാരൻ അത്ര നിസ്സാരക്കാരനല്ല. പാതാളത്തിൽ നിന്ന് വന്നിട്ട് പാതാളത്തിലോട്ട് തന്നെ തിരിച്ചു പോകുന്നവരെ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ കാണിക്കണേന്നൊന്ന് നോക്കിക്കേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരനത് ഈ കാര്യത്തിൽ സമ്മതിക്കണം. ഈ മീശയൊക്കെ വെച്ചിട്ട് എങ്ങനെയാ ഇതൊക്കെ കഴിക്കണേന്നൊന്ന് നോക്കിയേ. ഈ അങ്കിളിനെ അല്ല, ഇതുപോലെ എല്ലാ ഓണത്തിനും ഇങ്ങനെ മാവേലീൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കണ കുറേ മാമന്മാരില്ലേ, അവരെല്ലാവരും നമ്മൾ സമ്മതിക്കണം. ബിക്കോസ് ഈ ചൂടത്ത് അവരിതെല്ലാം ഇട്ടിട്ട് എങ്ങനെയാ നിൽക്കണേ. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മ്യൂസിക് ആവാം. പൂരം കാണാൻ നമ്മൾ പോയി. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ പേടാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ചാപ്പലിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയാണ്. സ്റ്റേറ്റ് കൾച്ചറിന് അവർ തന്നൊരു സമ്മാനമാണ്. സോ അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അങ്ങനെ ഞാൻ പള്ളിയിലെത്തിയിട്ടുണ്ട്. സോ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് ചാപ്പല്. അവിടെ കയറി ഞാൻ ഓടിപ്പോയി പ്രാർത്ഥിച്ചിട്ട് ഓടി വരാം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളത് ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഇത് പള്ളിമുക്കിൽ ഇപ്പോൾ തുടങ്ങിയൊരു ഷോപ്പാണ്. ഷോപ്പിൽ അടിപൊളിയാണ്, ജ്യൂസ് നൈസായിരുന്നു, പക്ഷെ പേര് എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്